പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും അവയ്ക്കായുള്ള കുറച്ച് ടിപ്സുകളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിൽ ആദ്യത്തേത്, ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററിയുടെ ചാർജ് മുഴുവൻ തീരുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കാതിരിക്കുക. അതായത് ചാർജിംഗ് കേബിൾ എല്ലായ്പ്പോഴും കണക്ട് ചെയ്ത് നിർത്തുകയോ ലാപ്ടോപ്പ് ഓഫ് ആകും വരെ എന്ന ഘട്ടത്തിൽ മാത്രം ചാർജ് ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങളുടെ ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലാപ്ടോപ്പിന്റെ ബാറ്ററി 20% താഴെ ആകുമ്പോൾ തന്നെ നിങ്ങൾ അവ ചാർജ് ചെയ്ത് തുടങ്ങുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ പൂർണ്ണമായും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിംഗ് കേബിൾ മാറ്റാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത്, നിങ്ങൾ സാധാരണ ഓഫീസ് ജോലികൾ മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ സെറ്റിംഗ്സിൽ നിന്നും നിങ്ങൾക്ക് പെർഫോമൻസ് മോഡ്, അതായത് ബാറ്ററിയുടെ പെർഫോമൻസ് മോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ബാറ്ററി ലൈഫ്, അതല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് മോഡ് എന്നിങ്ങനെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബെസ്റ്റ് ബാറ്ററി ലൈഫ് എന്ന ഓപ്ഷനിൽ ഇട്ടുകൊണ്ട് സാധാരണ ഓഫീസ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനായി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ഇട്ടാൽ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി ലൈഫ് കൂട്ടുവാൻ സാധിക്കും. നിങ്ങളത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുക. വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാറ്ററി സേവർ. നമ്മുടെ ആൻഡ്രോയിഡ് iOS ഫോണുകൾ കാണുന്നതിന് സമാനമായി ബാറ്ററി കപ്പാസിറ്റി 20% താഴെ എത്തിയാൽ ലാപ്ടോപ്പുകളും ബാറ്ററി സേവർ മോഡ് ഉപയോഗിക്കും. നിങ്ങളുടെ സെറ്റിംഗ്സ്, സിസ്റ്റം, ബാറ്ററി എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി സേവർ ഓൺ ആണോ എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് പരിശോധിക്കാം. ബാറ്ററി സേവർ മോഡ് നിങ്ങൾ ഓൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന സിഗ്നലൈസേഷനും നിങ്ങളുടെ ഇമെയിൽ, കലണ്ടർ തുടങ്ങിയവയും നിങ്ങളുടെ പുഷ് മെസ്സേജസ് എന്നിവയെല്ലാം ഓഫ് ആകുന്നതിലൂടെയും ബാക്ക്ഗ്രൗണ്ടിൽ ഇവ പ്രവർത്തിക്കാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ബാറ്ററി ലൈഫ് ലാഭിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കാത്ത സമയത്ത് നിങ്ങളുടെ ബ്ലൂടൂത്ത്, വൈഫൈ എന്നിവ ഓഫ് ചെയ്തിടാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട. കാരണം ഇവ നിങ്ങൾ ഓഫ് ചെയ്ത് ഇടാതിരുന്നാൽ ഇവ അനാവശ്യമായി ഉപയോഗിക്കപ്പെടുകയും ഇതിൽ കൂടിയും നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് തീരുന്നതിന് കാരണമാകാം. എക്സ്റ്റേണലായി കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ USB കേബിളും മറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകൾ, മറ്റുള്ള വെബ് ക്യാമുകൾ, ഇതുപോലുള്ള USB-യുടെയും മറ്റുമായി എക്സ്റ്റേണലായി കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ, അവയുടെ ഉപയോഗം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവയെ അതിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ അവയെ റിമൂവ് ചെയ്യുന്നതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവ തുടർച്ചയായി വർക്ക് ചെയ്യുന്നതിലൂടെയും നമ്മുടെ ബാറ്ററി ചാർജ് നഷ്ടപ്പെടുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇവ നിങ്ങൾ അൺപ്ലഗ് ചെയ്യുന്നതിനായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ലാപ്ടോപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവയുടെ കീബോർഡിൽ ബാക്ക് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ബാക്ക് ലൈറ്റുകൾ ഉള്ള കൂട്ടത്തിലാണ് നിങ്ങളുടെ ലാപ്ടോപ്പ് എങ്കിൽ ഇത് നിങ്ങളുടെ ബാറ്ററി കാർന്നു നിന്നതിന് കാരണമാകും. ലൈറ്റ് ഉള്ള നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ കീബോർഡിലെ ലൈറ്റ് നിങ്ങൾ ഓഫ് ചെയ്ത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബാറ്ററി ലൈഫ് കൂട്ടുന്നതിനായി സാധിക്കും. ബ്രൗസറുകൾ ഉപയോഗിക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ലാപ്ടോപ്പ് ബാറ്ററി ലൈഫ് കൂട്ടുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് എഡ്ജിന്റെ ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ ക്രോമിനെക്കാളും മറ്റുള്ള ബ്രൗസറുകളെക്കാളും നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ തരുമെന്നാണ് മൈക്രോസോഫ്റ്റ് തന്നെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എഡ്ജിന്റെ ബ്രൗസർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിൽ കൂടി നിങ്ങളുടെ ബാറ്ററി ലൈഫ് കൂട്ടുവാൻ സാധിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഒരു ഉപകാരമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമ്മൾ വളരെ കുറച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി ലൈഫ് കൂട്ടുന്നതിനായി സാധിക്കും. അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ കീസിൽ തന്നെ ചിലപ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് അവിടെ ബ്രൈറ്റ്നസ് ക്രമീകരിക്കുന്നതിനായി സാധിക്കുന്നതാണ്. ഇതിൽ കൂടിയും ലാപ്ടോപ്പിന്റെ ബാറ്ററി വളരെയധികം നിങ്ങൾക്ക് ലൈഫ് കൂട്ടുന്നതിനായി സാധിക്കും. അപ്പോൾ ഈ വർക്ക് ഫ്രം കാലഘട്ടത്തിൽ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഒരു പരിധിവരെയെങ്കിലും കൂടുതലായി കിട്ടുന്നതിനായി, ലൈഫ് കൂട്ടുന്നതിനായി ഈ ഒരു ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർ കൂടി അവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.